ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ ടോം ചാക്കോ സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ പുള്ളിക്ക് ഒരു റോള് കൊടുക്കാന്ന് വരുന്നയാ ഇവിടെ എന്താ പരിപാടി RDX ആണോ ആർഡിഎക്സിന്റെ സക്സസ് സെലിബ്രേഷൻ RDX ആണ് കഴിച്ചപ്പോഴോ ആർഡിഎക്സ് ഇതേ ആൾക്കാരൊക്കെ പ്രൊഡ്യൂസർക്ക് ആർഡിഎക്സിന്റെ സക്സസ് സെലിബ്രേഷൻ അലമ്പാക്കി നമുക്ക് പാർട്ടിക്ക് പോവാം പാർട്ടി ഉണ്ട് വേഗം പോവാം കാണാം 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 നവാസിക ആദ്യം ഇതിലൊരു 4 ആക്ടേഴ്സിനെയാണ് പ്ലാൻ ചെയ്തത് 3 പേരുടെ കൂടെ ഒരു ആക്ടറും കൂടെ ഉണ്ടായിരുന്നു നായകനായിട്ട് ഇത് മറ്റാരുമല്ല നമ്മുടെ മലയാളത്തിന്റെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടർ സൗബിനിക്കയാണ് അപ്പൊ സൗബിനിക്കൊക്കെ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം നാസേ കൂട്ടില്ലാട്ടാ ഞാൻ കൂട്ടില്ല എന്തായാലും ഞാൻ കൂട്ടില്ല നിങ്ങൾക്കൊരു കാര്യം അറിയാവോ ആദ്യത്തിനകത്ത് 4 നായകന്മാരാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് നമ്മുടെ നീരജ് ഇപ്പൊ മറ്റേ എന്താണ് അതിന്റെ പേര് നഞ്ചക്ക കൊച്ചി ഇങ്ങനെ കാണിച്ചില്ലേ അതുപോലെ തന്നെ എനിക്കൊരു സ്ഥലമുണ്ട് സൈക്കിളിലെ ചെയിൻ ഒരടി പക്ഷെ ആ സമയത്ത് ചെയിൻ കിട്ടാണ്ടായി പിന്നെ എനിക്ക് ഡിസ്കിന് കംപ്ലൈന്റും കുറെ കാര്യങ്ങളൊക്കെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ല ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞ് ഞാനിപ്പോ 4ാമത്തെ നായകനായിട്ടൊക്കെ കുഴപ്പമില്ല RDXന്റെ 2ാം ഭാഗത്തിൽ ഞാനായിരിക്കും ലീഡ് റോൾ ചെയ്യണം അത് കുഴപ്പമില്ല അല്ലേടാ തരില്ലേ അതെന്താണ് തരണോട്ടാ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു തന്നത് വില്ലനായിട്ട് ഇപ്പോ ഇവിടെ വിഷ്ണു തകർത്ത് അഭിനയിച്ച് കുറെ വില്ലന്മാരൊക്കെ ഉണ്ട് പക്ഷെ ഇവരുടെയൊക്കെ പോൾസന്റെ ചേട്ടൻ ജെയ്സന്റെ ചേട്ടൻ ജിംസൺ എന്ന് പറഞ്ഞ വേറൊരു റോൾ ഉണ്ടായിരുന്നു 3ാമത്തെ ആള് അതാരാന്നറിയാവോ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് എന്റെ അടുത്ത് നഹാസ് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് പേര് ബാലെന്നാണ് ബാലച്ചേട്ടൻ ഓർക്കണല്ലേ നമ്മുടെ ബാലച്ചേട്ടാ സത്യമല്ലേ ഞാൻ പറഞ്ഞത് സവി വളരെ ലാജിക്കായിട്ട് ഒരു കാര്യം പറയട്ടെ ഇത് സോഫി ചേച്ചി ചിരിക്കണ്ട അങ്ങനെ ചിരിക്കാൻ പറ്റില്ല ഞാൻ ഈ പടം തുടങ്ങി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് നഹാസായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് ഞാൻ അതിൽ വില്ലൻ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഞാൻ സാക്ഷി ഞാൻ പടം തുടങ്ങുന്ന സമയത്ത് ഈ വിസ്തു അഗസ്തി പക്ഷെ അവ കലക്കി നന്നായി ചെയ്തു അവ അതിലൊരു ഡയലോഗ് പറഞ്ഞില്ലടാ എന്താ അത് ശരിക്കും ചേട്ടന്റെ ഡയലോഗ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാസായിട്ട് പറഞ്ഞത് ആ ചേട്ടൻ അത് നമുക്ക് കേൾക്കണ്ടേ ബാലച്ചേട്ടന്റെ ഡയലോഗ് നമുക്ക് കേൾക്കണം ഏതാണ് ഡയലോഗ് ഇതാണ് സെബാനെ ഇനി അവന്മാര് കോളിൽ നിന്ന് എപ്പോ പുറത്തിറങ്ങണമെന്ന് നമ്മ തീരുമാനിക്കും ലോക്കിയിടാ അത് അങ്ങനെയല്ല ശ്രദ്ധിച്ച് കേൾക്കണം പറഞ്ഞു സെബാനെ നീ കോളനിയില് നീ എപ്പ കേറണം ഞാൻ തീരുമാനിക്കും ലോക്ക് പണിടാ വേണ്ട അതാണ് നല്ലത് നീയാടാ നല്ലത് നീയല്ല ചേട്ടൻ വേറെ ഒരു പ്രശ്നം വേറെ എല്ലാരും ഉണ്ട് സാം സാർ ഇരിക്കുന്നില്ല ഇവിടെ ഈ സാം സാറിനോട് ഞാൻ ആദ്യം പറഞ്ഞു ഇതിലൊരു റാപ്പ് ഞാൻ ചെയ്യുന്നു പുള്ളി നേരെ നീരജ് മാധവനെ കൊടുത്തു അതെങ്ങനെയാണ് സീൻ മോനെ അല്ലേ ആ സീൻ മോനെ അങ്ങനെയല്ല അത് മുട്ടാൻ നിൽക്കേണ്ട സീൻ മോനെ അങ്ങനെയല്ല അത് കരയാൻ നിൽക്കേണ്ട സീൻ മോനെ ഞാൻ പാടടാ അതാ നീ പാട് ഇത് റാങ് മോനെ മുറ്റാൻ നിൽക്കേണ്ട റാങ് മോനെ കളിക്കാൻ നിൽക്കേണ്ട റാങ് മോനെ മൊത്തത്തില് റാങ് മോനെ ഇങ്ങനെയാണ് അത് വേറെ അതിന്റെ ലാസ്റ്റ് ഞാൻ ഓടിക്കുന്നത് സീനിട്ട് ടൂൾ പോരെ അല്ല റാങ് മോനെ നീ പോകണം ആദ്യം നിങ്ങൾ പോകും ഞാനും പോണേണ് ഓക്കെ താങ്ക് യു